ഹലോ, എല്ലാവർക്കും ഷുഗർബിസിൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വെജ് റെസിപ്പിയാണ്. ചപ്പാത്തിയുടെയും നാൻ്റെയും റൊട്ടിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷായ ദം ആലു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ദം ആലു ഉണ്ടാക്കാൻ എന്തൊക്കെ ഐറ്റംസാണ് വേണ്ടതെന്ന് നോക്കാം. ഇതിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആലു, നമ്മുടെ ഉരുളക്കിഴങ്ങ്. ഞാനിവിടെ ബേബി പൊട്ടാറ്റോസാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ബേബി പൊട്ടാറ്റോസ് കിട്ടിയില്ലെങ്കിൽ നോർമൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് എടുക്കാം. എന്നിട്ട് അതൊരു 50% വേവിച്ചിട്ട് തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ വലിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ 4ആയിട്ട് കട്ട് ചെയ്ത് യൂസ് ചെയ്യാം. ബാക്കി ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു വലിയ സവാള കട്ട് ചെയ്തത്, കുറച്ച് കാഷ്യൂ നട്ട്സ്, 2 മീഡിയം സൈസ് തക്കാളി, വളരെ കുറച്ച് മല്ലിയില, പിന്നെ വേണ്ടത് കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, 4 വറ്റൽമുളക്, ഒരു പച്ചമുളക്, പിന്നെ ഒരു തണ്ട് കറിവേപ്പില. ഇനി ഗ്രേവി ഉണ്ടാക്കാൻ രണ്ടാമത് കാണിച്ച ഐറ്റംസൊക്കെ ഓയിലൊന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടി ഒരു കടായി വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ചെറുതായിട്ട് മുറിച്ച് വെച്ച സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അതിൻ്റെ കളറൊന്ന് സ്ലൈറ്റായിട്ട് മാറി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ച കാഷ്യൂ നട്ട്സും വെളുത്തുള്ളി, ഇഞ്ചി, വറ്റൽമുളക്, ഈ 4 ഐറ്റംസും കൂടിയും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാഷ്യൂ നട്ട്സ് ഈ കറിയിൽ ഒഴിവാക്കാതെ ചേർക്കേണ്ട ഒരു ഐറ്റമാണ്. കറിയുടെ റിച്ച്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത്. എല്ലാം ഒന്ന് 1 മിനിറ്റ് ഇളക്കിയ ശേഷം മുറിച്ച് വെച്ച തക്കാളിയും കൂടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി വഴണ്ട് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നിട്ട് തണുക്കാൻ വെക്കണം. തണുത്ത് കഴിയുമ്പോൾ ഗ്രൈൻഡറിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നമ്മുടെ തക്കാളിയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കതൊന്ന് അരച്ചെടുക്കാം. ഇനി സവാളയും തക്കാളിയൊക്കെ വഴറ്റിയെടുത്ത അതേ കടായിലേക്ക് കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത ശേഷം അടി പിടിക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നോൺ സ്റ്റിക്കിൻ്റെ കടായി ആണെങ്കിൽ ഒട്ടും അടി പിടിക്കാതെ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് ഓയിലിൽ എന്നിട്ട് അതൊക്കെ ഒന്ന് ചെറുതായിട്ട് കളർ മാറി വരുമ്പോൾ ഉരുളക്കിഴങ്ങിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 50% ഇത് ഓൾറെഡി വെള്ളം ഒഴിച്ച് വേവിച്ചാണ്. ഇനി ഈ ഓയിലിൽ കിടന്ന് ഒരു 20% കൂടി കുക്കാവും. ബാക്കി ഗ്രേവിയിൽ കിടന്നും കുക്കാവും. അപ്പോൾ ഇത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി വീണ്ടും ഒരു കടായി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കുറച്ച് ഡ്രൈ മസാലാസ് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ എടുത്തത് 1/4 സ്പൂൺ ജീരകം, 10 കുരുമുളക്, 4 ഗ്രാമ്പു, ഒരു വലിയ ബേ ലീഫ്, വഴനയില, ഒരു ചെറിയ പീസ് പട്ട, 2 ഏലക്ക, ഒരു ബ്ലാക്ക് കാർഡമം വലിയ ഏലക്കയും എടുത്തിട്ടുണ്ട്. എന്നിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഇതെല്ലാം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. എന്നിട്ട് എല്ലാം ഒന്ന് ഇളക്കിയ ശേഷം നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തക്കാളിയും സവാളയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് മുമ്പ് അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, അത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഒന്ന് നന്നായി ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഇതൊരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. 2 മിനിറ്റിന് ശേഷം വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 സ്പൂൺ ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത പൊടികളുടെ പച്ചമണം മാറി അതിൽ നിന്ന് എണ്ണ തെളിഞ്ഞു വരും. അപ്പോൾ അതാണ് പാകം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഗ്രേവി കുറച്ച് ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ അരച്ച് വെച്ച അതേ ജാറിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കി കടായിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം 1 സ്പൂൺ ലെമൺ ജ്യൂസും കൂടിയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിന് പകരം 1 സ്പൂൺ വിനെഗർ ഒഴിച്ചാലും മതി. പിന്നെ അതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ ഗ്രേവിയിൽ ഇതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. പൊട്ടറ്റോ ഫ്രൈ ചെയ്തപ്പോൾ മാത്രമാണ് അതിനാവശ്യമുള്ള ഉപ്പ് കുറച്ച് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഗ്രേവിയിലേക്ക് എത്രയാണോ ഉപ്പ് വേണ്ടത് അത് ഇട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ഗ്രേവി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ച പച്ചമുളക് ചെറുതായി മുറിച്ചതായിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് നിങ്ങൾ നോർത്ത് ഇന്ത്യൻ ഗ്രേവി ചെയ്യുമ്പോൾ എണ്ണയിൽ ഫസ്റ്റ് വഴറ്റാതെ ഇതുപോലെ ഗ്രേവി തിളയ്ക്കുമ്പോൾ ലാസ്റ്റ് ചെറുതായി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്, ഒരു വേറെ തന്നെ ഫ്ലേവറാണ് അതിന്. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത പൊട്ടറ്റോ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ദം ആലു ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് പൊട്ടറ്റോൻ്റെ വേവാണ്. അപ്പോൾ ആദ്യം വേവിക്കുമ്പോൾ അത് കുറച്ച് വേവിച്ചിട്ട് ഫ്രൈ ചെയ്ത് ബാക്കി ഗ്രേവിയിൽ വെന്തോളും, അല്ലെങ്കിൽ ഗ്രേവി കിടന്ന് പൊട്ടറ്റോ കുഴഞ്ഞു പോവും. അപ്പോൾ ഗ്രേവിയുടെ ടേസ്റ്റ് ആകെ മാറിപ്പോവും. എന്നിട്ട് ഗ്രേവി കുറുകി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിയിലയും കൂടിയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നിങ്ങൾ വലിയ പൊട്ടറ്റോ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഒത്തിരി ചെറുതാക്കാതെ വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യുക. ഇപ്പോൾ ഒരു വലിയ പൊട്ടറ്റോ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് 4ആയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ബോയിൽ ചെയ്ത് ഇതുമാതിരി ചെയ്തെടുത്താൽ മതി. ഇനി 1/2 സ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു 1/2 സ്പൂൺ പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ്. മസാലാസിൻ്റെ കുത്തലൊന്നുമില്ലാതെ എല്ലാ ടേസ്റ്റും ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്, എല്ലാം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ മിനുക്ക് പണിയും കൂടി ഉണ്ട്. ലാസ്റ്റ് ഒന്ന് ടേസ്റ്റ് ഒന്ന് നന്നായിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി നമുക്ക് സെർവ് ചെയ്യാം. ഇതാ 1/2 സ്പൂൺ നെയ്യും കൂടിയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ദം ആലു റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്